ഗോപൻ, തെരഞ്ഞെടുപ്പ് ഇനി വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെൻട്രൽ നറേറ്റീവ് എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അതിന് കൃത്യമായ ഒരു ഉത്തരവില്ല. പക്ഷേ മാറ്റം വേണോ വേണ്ടയോ അതൊരു മൗലികമായ ചോദ്യമാണ്. അപ്പോൾ മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടാണോ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വോട്ടാണോ, അതാണ് നമ്മൾ മുഖ്യമായി നോക്കുന്നത്. മറ്റ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പറയും? കാരണം കേരളം എന്ന് പറയുന്നത് ആൻറ്റി ഇൻകംബൻസി എല്ലാ കാലത്തും ഉള്ള ഒരു സ്റ്റേറ്റാണ്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അതിനൊരു അപവാദം. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഒഴിച്ച്, നിങ്ങൾ പരാജയപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും. മാറ്റം എന്ന ഫീലിങ്ങിനെ മാറ്റാൻ എന്തുണ്ട് കയ്യിൽ? ശരി അഭിലാഷ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളിലുള്ള പ്രതികരണം വേണ്ടതുണ്ട്. ഒന്ന്, ഈ മാധ്യമങ്ങളുടെ PR എക്സർസൈസ് എന്നാണ് ബഹുമാന്യ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചത്. മാധ്യമങ്ങൾ എല്ലാവരും പൊതുവെ ഒരു 80-70% മാധ്യമങ്ങൾ LDF വിരുദ്ധമാണ് കേരളത്തിൽ എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അത്തരം ഒരു മാധ്യമത്തെ എങ്ങനെയാണ് സഖാവ് പിണറായി വിജയൻ കയ്യിലെടുത്തത്, അല്ലെങ്കിൽ PR വർക്ക് ഉപയോഗിച്ച് അവരുടെ ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചത്? മുഖ്യമന്ത്രി നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തത്? എനിക്ക് ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണോ? അതോ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ സവിശേഷത മനസ്സിലാക്കി കേരളത്തിലെ കേരള മുഖ്യമന്ത്രി ഒരുപക്ഷെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്ന പരസ്യവും സോഷ്യൽ മീഡിയയിൽ വന്ന പരസ്യവും ഒക്കെ ആയിരിക്കും. തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷത്തെ നേതാക്കളുടെ ഒക്കെ ഇന്റർവ്യൂ എടുക്കുന്നത് സാധാരണ അല്ലേ? മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെ ഇന്റർവ്യൂ എല്ലാ മാധ്യമങ്ങളും എടുക്കാറുണ്ടല്ലോ. അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല എടുത്തത്, മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, നിങ്ങളുടെ പത്രത്തിൽ തുടർച്ചയായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഇന്റർവ്യൂ വരുന്നുണ്ട്. മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഇൻ്റർവ്യൂ വരുന്നുണ്ട്. മാത്രമല്ല, അതിൽ ഒരു ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിയത് CPIMൻ്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സ്ഥാനാർത്ഥിയായി അപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധാരണ പ്രധാനമന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്ക് പോലും കൊടുക്കാത്തത്ര വലിയൊരു ചിത്രം, മനോഹരമായൊരു ചിത്രം മാതൃഭൂമി പത്രത്തിൻ്റെ സെൻട്രൽ പേജിൽ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ വിശാലമായി, ഒരുപക്ഷെ ഒരു മുൻ മുഖ്യമന്ത്രിയോ മുൻ പ്രതിപക്ഷ നേതാവോ ഒക്കെ രാഷ്ട്രീയം വിട്ടാലുണ്ടാവുന്ന അത്ര വലിപ്പത്തിൽ കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ കേരളത്തിൽ മാധ്യമങ്ങൾ അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഒരു PR എക്സർസൈസിൻ്റെ ഭാഗമായി എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. രണ്ടാമത്, ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സെക്കുറിച്ചൊന്നും നമുക്ക് സമയം എടുത്ത് ചർച്ച ചെയ്യാനില്ല. പക്ഷേ ശ്രീ K. സുധാകരൻ മുഖ്യമന്ത്രിയെ വിളിച്ച വാക്കാണ് ചെറ്റ. നിങ്ങൾ എത്ര ചർച്ച ചെയ്തുകൂടി കേരളത്തിൽ? ചെറ്റ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചത്. ചെറ്റത്തരം എന്ന പ്രയോഗമല്ല. ഒരു പ്രയോഗം ഒരു വാക്കിൽ നിന്ന് ഉത്ഭവിച്ചു വരുമ്പോൾ ആ വാക്കിനെ തള്ളി മാറ്റിക്കൊണ്ട് ആ പ്രയോഗമായിട്ട് അത് നിലനിൽക്കും. ഞാൻ അതിൻ്റെ ശാസ്ത്രീയ വശത്തിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മുടെ വിഷയം അതിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങ് അവസാനം പറഞ്ഞതിലേക്ക് വരാൻ. കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് മനോഹരമായ ഭാഷ ആണോ? അതിൽ ചമൽക്കാര ഭംഗിയുള്ള ഭാഷയാണോ? അത് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഒഴികെ കേരളത്തിൽ മലയാള ഭാഷ നന്നായി മനസ്സിലാക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു തൊഴിലാളി വർഗ പാർട്ടി, അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിക്ക് ചെറ്റക്കുടിലോ അതല്ലെങ്കിൽ ആ ജീവിതാവസ്ഥയോ ഒരു അപമാനകരമായ കാര്യമാണ്. അത് ഉപയോഗിക്കാവുന്ന ഒരു ആക്ഷേപ വാക്കാണെന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ശീർഷാസന കാഴ്ചയാണ്. മുഖ്യമന്ത്രി അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ചെറ്റ എന്ന പ്രയോഗം K. സുധാകരൻ ഉയർത്തിയപ്പോൾ ഈ ചർച്ച നടത്തി ഒരു മുഖ്യമന്ത്രിയാണ് വിളിച്ചത് ചെറ്റ. ചെറ്റ എന്ന വാക്ക് തെറ്റാണെന്ന് അങ്ങ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ആ ബോധം ഉണ്ടെങ്കിൽ K. സുധാകരൻ അത്തരം ഒരു ചർച്ച നടത്തിയപ്പോൾ കേരളം ഇളകി പറയേണ്ടതല്ലേ? കോൺഗ്രസ് അപലപിക്കേണ്ടതല്ലേ? അപലപിച്ചോ? ഇനി കേരളത്തിലെ വനിതയായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ഈ K. സുധാകരൻ്റെ ശ്രേണിയിൽപ്പെടുന്ന രാഷ്ട്രീയക്കാരനല്ല. കേരളം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയക്കാരനാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ. പിന്നെ എന്തും വിളിച്ചു പറയുന്ന ഒരാളായിട്ട് വേണമെങ്കിൽ നിങ്ങൾ പരിഗണിച്ചു. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിയെ ആക്ഷേപിച്ചു, ഒരു കേരളത്തിലെ ഒരു വനിതയെ ആക്ഷേപിച്ചു, രാഷ്ട്രീയ നേതൃത്വത്തെ ആക്ഷേപിച്ചു. ഇനി ശ്രീ B. ഗോപാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളൊരു പ്രയോഗം കേരളത്തിന് നിരക്കുന്ന ഒരു പ്രയോഗമാണോ നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഹിന്ദു MLA ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുത്ത ചോദ്യം വരേണ്ടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ
നിൽക്കുന്നിടം ഹിന്ദു MLA ആണോ? തളി ക്ഷേത്രം നിൽക്കുന്നത് ഹിന്ദു MLA ആണോ? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിൽക്കുന്നത് ഹിന്ദു MLA ആണോ? വടക്കുന്നാഥ ക്ഷേത്രം നിൽക്കുന്നത് ഹിന്ദു MLA ആണോ? പാളയം പള്ളി നിൽക്കുന്നിടത്ത് മുസ്ലിം MLA ഉണ്ടോ? കൊടുങ്ങല്ലൂർ പള്ളി നിൽക്കുന്നിടത്ത് മുസ്ലിം MLA ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളിലേക്ക് കേരളം കൊണ്ടുപോകണമെന്ന് അതിൻ്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു. BJPയുടെ പ്രസിഡന്റ് തന്നെ അത്തരം ചോദ്യം ഉന്നയിച്ചു, മക്കയും മദീനയും ബന്ധപ്പെടുത്തിക്കൊണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നിൽക്കാത്ത ഒരു മതരാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇന്ത്യ മതരാഷ്ട്രമാണെന്നാണ് അവരുടെ ധാരണ. മതരാഷ്ട്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതേതര രാഷ്ട്രത്തിൽ എന്തുകൊണ്ടതായിക്കൂടാന്നുള്ള ചോദ്യം ഉന്നയിച്ചു. കേരളത്തിൽ ഇളകി മറിഞ്ഞ് ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിനെ 100% നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതൊരു പ്രത്യേക വാക്കിൻ്റെ പ്രയോഗമല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവിഷ്കാരമാണ് അവിടെ നടത്താൻ നോക്കിയത്. അപ്പോൾ അത്തരം ചർച്ചകൾ ഇനി BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോവുകയാണ്. ബെഞ്ചില്ലാത്ത, ഡെസ്ക് ഇല്ലാത്ത, ഹൈടെക് ക്ലാസ് റൂം ഇല്ലാത്ത, ഫാൻ ഇല്ലാത്ത, പുസ്തകം കൃത്യമായിട്ട് കിട്ടാത്ത, ദയനീയത കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് എവിടേക്കാണ് മംഗലാപുരത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നു? കേരളത്തിലേക്ക്. എന്തൊക്കെയാണ് അത്തരം ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരുന്നത് നല്ലതാ. അപ്പോൾ മാത്രമേ അങ്ങ് അവസാനം എത്തിച്ച ഈ ഭരണവിരുദ്ധ വികാരം 5 വർഷം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പറഞ്ഞതെന്താ? ഇവിടെ 5 വർഷം കഴിഞ്ഞാൽ പുതിയ സർക്കാർ വരും ആണല്ലോ. അങ്ങനെ വിശദീകരിച്ച് ചർച്ച നടത്തിയപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ സാഹചര്യം എന്താ? 10% സീറ്റ് നിലവിലുള്ള സർക്കാരിന് അധികം കിട്ടി. ഇനി തുടർന്നുള്ള 5 വർഷക്കാലം അതിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോയായിരുന്നോ? ഭരണത്തിൽ നിന്ന് ഏത് ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ നിന്നാലും, UDFൻ്റെയും BJPയുടെ അധികാരത്തിൽ നിന്നാലും വൻതോതിൽ അഴിമതി ആരോപണം കൊണ്ടുവരും. ഈ 10 വർഷത്തിനിടയിൽ ഒരു മന്ത്രിക്കെതിരെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, വ്യവസ്ഥാപിതമായ അഴിമതി ആരോപണം കൊണ്ടുവരാനോ ഏതെങ്കിലും കാര്യത്തിൽ കോടതി പോയിട്ട് അനുകൂലമായൊരു നിലപാട് ഉണ്ടാക്കിയെടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വികസനത്തിൻ്റെ തള്ളലിൽ ഇന്ത്യ രാജ്യത്ത് 23 കാര്യങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയെന്ന് നിതി ആയോഗ്, വേറെ ആരുമല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിതി ആയോഗ് കേരളത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പല കാര്യങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി വികസനം ചർച്ച ചെയ്തുകൂടെ? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ മാറ്റിവെക്കൂ, വികസന കാര്യത്തിൽ നമുക്കൊരു ചർച്ചയാകാം, കുറച്ചുകൂടി കടുത്ത വാക്ക് ഞാൻ ഉപയോഗിക്കാം, ഒരു പോർവിളി തന്നെയാകാം. 10 വർഷത്തെ LDFൻ്റെ ഭരണം, അതിന് മുമ്പത്തെ 5 വർഷം, ഇനി മറ്റ് സ്റ്റേറ്റുകളിലെ BJPയുടെ ഭരണം നമുക്ക് കമ്പയർ ചെയ്യാം. വരുന്ന 16-17 ദിവസക്കാലം കേരളം അത്തരം ഒരു ചർച്ചയിലേക്ക് വന്നാൽ ഞങ്ങൾ 140 സീറ്റ് കേരളത്തിൽ നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല, നിങ്ങൾ മാധ്യമങ്ങൾ വികസനത്തിന്റെ കൂടെ നിൽക്കുമെങ്കിൽ. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കോൺഗ്രസിനെ പഠിപ്പിച്ചത് കനകോലു തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അവർക്ക് വേണ്ടി ഇവിടെ PR വർക്ക് ചെയ്യാൻ പൈസ കൊടുത്ത് വരുത്തിയിട്ടുള്ള കനകോലു തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ല. അതുകൊണ്ടാണ് അവർ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത്. അവർ ഭരണം ചർച്ച ചെയ്യാതെ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നത് അതിൻ്റെ പേരിലാണ്. ശരി, ഓക്കെ.